ഒരു ധാതുവിൻ്റെ അർത്ഥത്തെ ഏതു മട്ടിൽ വെളിപ്പെടുത്തുന്നുവോ അതാണ് പ്രകാരം എന്നാണ് AR രാജരാജവർമ്മ പറയുന്നത്. ഒരു ധാതുവിൻ്റെ അർത്ഥത്തെ ഏതു മട്ടിൽ വെളിപ്പെടുത്തുന്നുവോ അതാണ് പ്രകാരം. ഇത് പറയുന്ന മട്ടാണ് പ്രകാരം. പ്രകാരം 4 വിധത്തിലുണ്ട്: നിയോജകം, വിധായകം, അനുജ്ഞായകം, നിർദ്ദേശകം. നിയോഗത്തിൻ്റെ മട്ടിൽ ധാതുവിൻ്റെ അർത്ഥത്തെ കുറിക്കുന്നതാണ് നിയോജകം. നിയോഗത്തിൻ്റെ മട്ടിൽ ധാതുവിൻ്റെ അർത്ഥത്തെ കുറിക്കുന്നത്. ഇതിൻ്റെ പ്രത്യയം അട്ടെ, കുട്ടികൾ പറയട്ടെ. വിധി അല്ലെങ്കിൽ ശാസനയുടെ മട്ടിലുള്ളതാണ് വിധായകം. ഇതിൻ്റെ പ്രത്യയം അണം, കുട്ടികൾ പറയണം. അനുജ്ഞ എന്ന സമ്മതമട്ടിലുള്ളതാണ് അനുജ്ഞായകം. പ്രത്യയം ആം, കുട്ടികൾക്ക് പറയാം. 4-മത്തേത് നിർദ്ദേശകമാണ്. ഈ വക വിശേഷ അർത്ഥങ്ങളൊന്നുമില്ലാത്ത ധാതുവിൻ്റെ അർത്ഥം മാത്രം കുറിക്കുന്നതാണ് നിർദ്ദേശകം. കുട്ടികൾ പറഞ്ഞു. ഇന്നത്തെ ഭാഷയിൽ പ്രകാരത്തിന് രൂപഭേദങ്ങളുണ്ട്. ആജ്ഞയുടെ അർത്ഥത്തിലല്ല അട്ടെ എന്ന നിയോജക പ്രകാരം ചേർക്കുന്നത്. ഉദാഹരണം: നന്നായി വരട്ടെ, വല്ലതും തരട്ടെ. ആം എന്ന അനുജ്ഞായക പ്രകാരം ഇന്ന് സമ്മതമായല്ല ഭാഷയിൽ പ്രയോഗിക്കുന്നത്. ഉദാഹരണം: പുറത്തു കടക്കാം, നിനക്ക് പോകാം. അപ്പം ആജ്ഞയുടെ അർത്ഥത്തിലാണ് ഇവിടെ ആം ചേർത്തിട്ടുള്ളത്.